നമസ്കാരം. മുസ്തഫ ഖമേനി ഇറാനിലെ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി ഒരു കാര്യം ഉറപ്പായിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധം ഉടനെയെങ്ങും അവസാനിക്കാനുള്ള സാധ്യതയില്ല. കാരണം മുസ്തഫ ഖമേനി അയത്തുള്ള അലി ഖമേനിയേക്കാൾ കടുപ്പക്കാരനായ ഒരാളാണ്. ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാത്ത, കടുത്ത മതഭ്രാന്തനായ, എല്ലാ കാര്യത്തിലും വളരെ ക്രൂരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് മുസ്തഫ ഖമേനി. അതുകൊണ്ട് തന്നെ അയാൾക്ക് തൻ്റെ പിതാവിനെ വധിച്ച ഇസ്രയേലിനോടും അമേരിക്കയോടുമൊക്കെ ഉള്ള പക ഒരിക്കലും തീരാത്തതാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇനിയും അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ഏറ്റുമുട്ടൽ നടത്താൻ തന്നെയായിരിക്കാം മുസ്തഫ ഖമേനി ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അയാൾക്ക് ലഭിച്ചിരിക്കുന്ന പദവിയായ രാജ്യത്തെ പ്രസിഡന്റിനേക്കാൾ വലുതാണ്. ജുഡീഷ്യറിയുടെ മേലും സൈന്യത്തിൻ്റെ മേലും സർക്കാരിന് മേലുമൊക്കെ തന്നെ പരമമായ അനന്തമായ അധികാരങ്ങളാണ് ഇപ്പോൾ മുസ്തഫ ഖമേനിക്ക് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ അമേരിക്കയ്ക്കെതിരെയും ഇസ്രായേലിനെതിരെയും തന്നെ പോരാട്ടം തുടരും എന്നാണ് കരുതപ്പെടുന്നത്. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി റിപ്പബ്ലിക്കൻ ഗാർഡ്സിൻ്റെ മുഖ്യ ചുമതലക്കാരനായിരുന്നു ഇയാൾ നേരത്തെ. ആ ഒരു കാരണം കൊണ്ട്, അതായത് ഈ സൈനിക വിഭാഗമാണ് മുസ്തഫയെ പിൻഗാമിയാക്കണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധ ബുദ്ധി പിടിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അയാൾക്ക് ഈ പദവി ലഭിക്കുകയും ചെയ്തത്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു, മുസ്തഫ ഖമേനിയെ താൻ അംഗീകരിക്കില്ല എന്ന്. ഇസ്രായേൽ കുറച്ചുകൂടി കടന്ന് അവരുടെ അഭിപ്രായ പ്രകടനം കൂടുതൽ കടുത്ത രീതിയിലേക്കാണ്. അയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമി ആരാണെങ്കിലും ഞങ്ങൾ അയാളെ വധിച്ചിരിക്കും എന്നായിരുന്നു ഇസ്രായേലിൻ്റെയും പ്രഖ്യാപനം. ഏതായാലും മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ ഇയാളുടെ പേര് പോലും വെളിപ്പെടുത്താതിരുന്നത് ഇസ്രായേലോ അമേരിക്കയോ മുസ്തഫയെ വധിക്കും എന്നുള്ള സാഹചര്യത്തിൽ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ പരസ്യമായി തന്നെ മുസ്തഫ ഖമേനിയുടെ പേര് പ്രഖ്യാപിക്കുകയും ഇനി മുതൽ മുസ്തഫയായിരിക്കും രാജ്യത്തെ നയിക്കുക എന്നുള്ള പ്രഖ്യാപനവും വന്നു കഴിഞ്ഞു. സാധാരണഗതിയിൽ അവിടെ മതഭരണകൂടത്തിലെ തലപ്പത്തേക്ക് പിൻഗാമി വാഴിക്കുന്ന രീതി പതിവുള്ളതല്ല. നേരത്തെ ഉണ്ടായിരുന്ന അയത്തുള്ള റൊഹുള്ള ഖമേനിയുടെ കുടുംബക്കാരനായിരുന്നില്ല പിന്നീട് വന്ന അയത്തുള്ള അലി ഖമേനി. ഏതായാലും ഇത്തവണ ആ വിലക്കുകളെല്ലാം അല്ലെങ്കിൽ നിയന്ത്രണങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് അയത്തുള്ള അലി ഖമേനിയുടെ മകനെ തന്നെ ഈ പദവിയിലേക്ക് കൊണ്ടുവന്നതിന് പിന്നിൽ അവിടുത്തെ സൈന്യം തന്നെയായിരുന്നു. നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത് ഇറാനിലെ പ്രസിഡൻ്റായ മസൂദ് പെഷസ്കിയാൻ ഈ പരമോന്നത നേതാവായി മാറുമെന്നാണ്. പക്ഷേ ഒരു കാരണവശാലും അവിടുത്തെ യാഥാസ്ഥിതികവാദികൾ ഇത് അംഗീകരിക്കില്ല. കാരണം പെഷസ്കിയാൻ വളരെ പുരോഗമന ചിന്താഗതിക്കാരനായ ഒരാളാണ്. കൂടാതെ പാശ്ചാത്യ രാജ്യങ്ങളോട് ഇദ്ദേഹത്തിന് ചെറിയ തോതിൽ അനുഭവമുണ്ട് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ എതിരാളികൾ ആരോപിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം പരമാവധി ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങളിലേക്കും അതുപോലെ ഇസ്രായേലിലേക്ക് തന്നെ ആക്രമണം നടത്തുക എന്നുള്ളതാണ് അവർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അമേരിക്കയിൽ ചെന്ന് ആക്രമിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഗൾഫിലുള്ള അവരുടെ സൈനിക താവളങ്ങൾ തന്നെയാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. പക്ഷേ ഇനിയും ഒരു മധ്യസ്ഥ ശ്രമം ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായി ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നേരത്തെ പല രാജ്യങ്ങളും, തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഖത്തർ ഇതിന് മുൻകൈ എടുത്ത് രംഗത്ത് വന്നിരുന്നുവെങ്കിലും ഒത്തുതീർപ്പ് ജനീവയിൽ നടക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ട്രംപ് ഇറാൻ ആക്രമിക്കാൻ ഉത്തരവിട്ടതും വലിയ തോതിലുള്ള ആക്രമണം നടന്നു അങ്ങനെ ഖമേനിയെ വധിച്ചതും. ഇതോടുകൂടി ഇനി ചർച്ചയില്ല എന്നുള്ള നിലപാടിലേക്ക് ഇറാനും എത്തി, അതുപോലെ അമേരിക്ക എത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്തഫ ഖമേനിയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള നാളുകൾ അങ്ങേയറ്റം പോരാട്ടത്തിൻ്റെ ആയിരിക്കും. പക്ഷേ അവിടെ ഒരു സാധ്യത ഇപ്പോഴും കാണുന്നത് മുസ്തഫ ഖമേനി ഏത് നിമിഷം വേണമെങ്കിലും വധിക്കപ്പെടാം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇറാനിലെ സ്ത്രീകൾ പോലും അവർക്ക് പുറത്തിറങ്ങി പ്രകടനം നടത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ വീടുകളിലെ ജനാലകൾ തുറന്ന് തല പുറത്തേക്കിട്ട് മുസ്തഫ തുലയട്ടെ എന്നുള്ള മുദ്രാവാക്യം വിളിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇറാനിലെ ഒരു വലിയ ഭാഗം ജനങ്ങൾ ഇപ്പോഴും ഖമേനിയെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയുകയില്ല. അതേസമയം അവിടുത്തെ ജനസംഖ്യയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ മുസ്തഫ ഖമേനി വന്നതിനെ ഭയപ്പെടുന്നുണ്ട്. കാരണം അച്ഛനേക്കാൾ വലിയ യാഥാസ്ഥിതിയാണ് ഇയാൾ എന്നുള്ളത് കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഇപ്പോൾ തന്നെ അവിടെ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയാണ്. നിരന്തരമായി സ്ത്രീകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഈ മുസ്തഫ ഖമേനി വരുന്നത് തങ്ങൾക്ക് ദോഷമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം അവിടെയുണ്ട്. അതേസമയം ഈ ഭരണകൂടത്തെ അട്ടിമറിച്ചാൽ പകരം ആരെ അവിടെ നിയമിക്കുമെന്നുള്ള കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഇപ്പോഴും യാതൊരു വ്യക്തതയുമില്ല. നേരത്തെ ഇറാനിലെ ഷായുടെ മകനായിരുന്ന ഇറാനിലെ കിരീടാവാസി എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്ന റൈസ പഹ്ലവി ഇപ്പോൾ അമേരിക്കയിലുണ്ടെങ്കിൽ പോലും അദ്ദേഹം അത്ര കാര്യക്ഷമതയുള്ള നേതാവല്ല എന്ന് ട്രംപ് പലതവണ വ്യക്തമാക്കിയ സ്ഥിതിക്ക് അദ്ദേഹത്തെ ഈ പദവിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയില്ല. പക്ഷേ ഈ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ഒരു സൈനിക നീക്കം അമേരിക്ക ഇസ്രായേൽ നടത്തുക തന്നെ ചെയ്യുമെന്നും ഈ മുസ്തഫ ഖമേനിയെ വധിക്കുകയോ അല്ലെങ്കിൽ സ്ഥാനഭ്രഷ്ടനാക്കുകയോ ചെയ്യും എന്നുള്ള കാര്യവും ഉറപ്പാണ്. പക്ഷേ അതിനു മുമ്പ് തങ്ങൾക്കാവും വിധം പോരാട്ടത്തിനിറങ്ങാൻ തന്നെയാണ് ഇപ്പോൾ ഇറാനും തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.